ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനിയാണെങ്കിൽ ഒട്ടും അഹങ്കാരം ശമിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛനെ കാണണ്ട. അപ്പോൾ അച്ഛനെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിധിയുടെ അമ്മ അങ്ങനെ ഭക്ഷണം വേറെ കൊടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ശിവാനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണം തന്നെയാണ്. എന്നെ എൻ്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശിവാനി ജനലിൽ കൂടെ നിന്നിട്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മതി മതി വയറ് നിറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ കുറച്ചും കൂടി കഴിക്കുമോ, ഏട്ടന് ഇഷ്ടമുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അമ്മ അങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ തരിപ്പ് അച്ഛൻ പറഞ്ഞു ആരും പ്രാവീൺ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇവിടെ നിന്നിട്ട് ആരുമല്ല ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ട് പ്രൂവ് എടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോഴാണ് ശിവാനിയുടെ അമ്മ അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താടി ഒന്ന് തുറന്ന് വിടാൻ പറയാമോ, എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ഭ്രാന്ത് പിടിക്കണ മാതിരി ഉണ്ട്, ഒന്ന് തുറന്ന് വിടാൻ പറയാമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ അങ്ങോട്ട് കേൾക്കാതിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തിട്ടായാലും ഇന്ന് എന്നെ ഇവിടുന്ന് പുറത്തിറക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ്റെ അമ്മ പറയും നോക്കട്ടെ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് വേഗം അച്ഛൻ്റെ അടുത്ത് ചെല്ലുണ്ടിട്ടാ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടാ, നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ച് നിന്നും കുടിച്ച് സന്തോഷിച്ചിരുന്നു, നിങ്ങൾക്ക് മാത്രം സന്തോഷിച്ചാൽ മതിയോ, നമ്മുടെ മോളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയില്ലേ, അവളോട് കിടക്കണ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഒരു കുസലും പറയുന്നുണ്ട് ഒരു കുടുംബത്തെ മൊത്തം ഇരുന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഇപ്പോൾ അവിടെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ, ഇപ്പം അത് പോലീസിലെങ്ങാനും കിട്ടിയിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ നന്നായിരുന്നു തന്നെ. എന്തോ അതും പോരാഞ്ഞിട്ട് നിധിയുടെ ജീവിതം വരെ തുലയ്ക്കാൻ ശ്രമിച്ചു, നിധിനെ കുറ്റക്കാരിയാക്കാനും ശ്രമിച്ചു. എന്നിട്ടിപ്പോൾ നിധിയുടെ എന്തോ നല്ല മനസ്സുകൊണ്ട് ഇവളിപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ശിക്ഷ ഞാൻ കൊടുത്തേ, ജയിലും മാതിരി റൂമിൽ അടച്ചു വെച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിനെക്കുറിച്ച് പറയുമ്പോഴൊന്നും നമ്മുടെ ശിവാനിക്ക് ഒട്ടും ഇങ്ങനെ ദഹിക്കണില്ല കേട്ടോ. അപ്പോൾ പറയും ശിക്ഷ തരാൻ നിങ്ങളാരാ, അവിടെ നിന്നൊരു ശിവാനി വിളിച്ചു പോകുന്നുണ്ട്. ശിക്ഷ തരാൻ നിങ്ങളാരാ, ജഡ്ജോ, മര്യാദയ്ക്ക് തന്നെ തുറന്നു വിടണ്ടല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ അവർക്ക് അവിടെ നിന്നിട്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്താടി ഇങ്ങനെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കണത്, മര്യാദയ്ക്ക് അവിടെ എങ്ങാനും നിന്നോ, ഇല്ലെങ്കിൽ നിധി വിളിച്ചിട്ട് പോലീസിൽ അറിയിക്കാൻ പറയും ഞാൻ. അപ്പോൾ പിന്നെ നിനക്ക് വീട്ടിലെ ചോറല്ല ജയിലിലെ ചോറ് ഭക്ഷണം കഴിക്കാം എന്ന് പറയണ്ട കേട്ടോ അച്ഛൻ. അപ്പോൾ അമ്മ നിന്ന് പറയണ്ടേ എന്താ ശിവാനി പാവല്ലേ, അവൾ ഇനി ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ അവളെ നന്നാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീയാ, നീ കാരണമാണ് അവൾ ഇങ്ങനെയായി പോയത്. ഇത് നോക്ക്, ഇപ്പം ഞാൻ ഇവളെങ്ങാനും തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, ഈശ്വരമംഗലത്തേക്ക് തന്നെ തിരിച്ചു പോകും. എന്നിട്ട് പിന്നെ അവരുടെ സമാധാനം കെടുത്തും. ഇപ്പം തന്നെ നിധിക്കൊരു സമാധാനം ഇല്ലാത്ത ജീവിതമാണ്, അതും ഇവൾ കുളം തോണ്ടും. ഇതും കൂടിയും കേട്ടപ്പോൾ ശിവാനിക്ക് അവിടെ നിന്നിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് കേട്ടപ്പോൾ ശിവാനി ഒന്ന് കൂക്കി വിളിക്കുന്നത് നിധി, ഏത് സമയവും നിധി മാത്രമല്ലോ, നിധിക്ക് വേണ്ടി അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മോളുടെ ജീവിതം ഇല്ലാണ്ടേക്കണേ, നിങ്ങൾക്ക് എന്താ എന്നോട് ഒരു സ്നേഹമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയുടെ അമ്മ പറയുന്നുണ്ട് എന്താ ശിവാനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ചേട്ടൻ എന്താ നിന്നെ ഏത് സമയം ഇതിൽ വെച്ച് പൂട്ടൊന്നുമില്ല, നീ നന്നായി കഴിഞ്ഞാൽ നിന്നെ തുറന്നു വിടും. അത് കേട്ടപ്പോൾ നമ്മുടെ ശിവാനിയുടെ അമ്മ കറക്റ്റായിട്ട് പഴയ ഡയലോഗ് പുറത്തു വിട്ടുട്ടാ, ഓസി ചോറും തിന്നിട്ട് ഇപ്പോൾ നീ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിരിക്കണോടി. ഇത് കേട്ടപ്പോൾ അച്ഛന് ഇഷ്ടമായില്ല. അപ്പം അച്ഛൻ എന്നിട്ട് ശിവൻ്റെ അമ്മേനെ ചീത്ത പറയണ്ട കേട്ടോ, ഇനി ഇത് വാക്ക് നീ ഇതിൽ കൂടുതൽ നീ സംസാരിക്കണ്ട, നിന്നെയും പിടിച്ച് ഞാൻ മുറിയിൽ പൂട്ടിയിടും, മര്യാദയ്ക്ക് അടങ്ങിയിരുന്നു എന്ന് പറയണ്ട കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ മോളെ തുറന്നു വിടണ്ടോ ഇല്ലേ എന്ന് ചോദിക്കണ്ട. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ എത്ര ശബ്ദം ഉണ്ടാക്കില്ല, എന്ത് ബഹളം വെച്ചാലും ശരി, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. എന്നിട്ട് നിധിയുടെ അമ്മയോട് തിരിഞ്ഞിട്ട് അച്ഛൻ പറയുന്നത് ഞാൻ പുറത്ത് വന്ന് നിൽക്കുകയാണ്, ഇനി എവള് പുറത്ത് വരാതെ നോക്കണം നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നുണ്ട് നിധിയുടെ അമ്മയുടെ അടുത്ത്. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് പോയി. അപ്പോൾ അച്ഛൻ ഡ്രസ്സ് മാറാൻ പോയി തക്കത്തിന് ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ശിവാനിയും പറയുന്നുണ്ട് അമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാൻ്റെ അമ്മ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മോളേനെ മുറിയിലിട്ട് പൂട്ടിയിട്ട് അങ്ങനെ രസിക്കണ്ട, ഇന്ന് തന്നെ ഞാൻ അവളെ പുറത്ത് കൊണ്ടുവരും, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ചാവി എവിടെ വെച്ചിരിക്കണമൊക്കെ എനിക്കറിയാം, ഞാൻ തന്നെ എടുത്തോളാം കണ്ടോ എന്നും പറഞ്ഞിട്ട് വണ്ടിയുടെ ചാവി എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ആദ്യം. എന്നിട്ട് ആരും കാണാത്ത വണ്ടിയിൽ മെല്ലെ വണ്ടിയുടെ ചാവി എടുത്തിട്ട് പുറത്ത് പോയി വണ്ടി തുറന്നിട്ട് അതിലാണ് കേട്ടോ ശിവാനിയുടെ അച്ഛൻ ചാവി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മെല്ലെ അത് പോയി വണ്ടി തുറന്ന് അത് എടുത്ത് മാറ്റി അറിയാത്ത പോലെ ചാവി അവിടെ പുറത്ത് കൊടുന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി നിന്ന് വിളിക്കുന്നുണ്ട് അമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചാവി പോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചാവി കിട്ടി എന്നുള്ള സന്തോഷത്തിൽ കേട്ടോ. വേറെ ആരും ഇത് കണ്ടിട്ടില്ല. എന്നിട്ട് ഈ ചാവിയും പിടിച്ചിട്ട് അറിയാത്ത പോലെ അവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ പോകാൻ നിൽക്കണം നേരത്ത് പറയുന്നുണ്ട് ഇത് നോക്ക് ശിവാനി നമ്മുടെ മോളൊക്കെ തന്നെയാണ്, പക്ഷെ നീ അവളെ ശരിക്കും വളർത്തിയില്ല, അതിൻ്റെ ശിക്ഷയാണ്, അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് നല്ല ബുദ്ധി വരട്ടെ, അപ്പോൾ എനിക്കറിയാം അവളെ എപ്പോൾ തുറന്നു വിടണം എന്നുള്ളത്, അപ്പം ഞാൻ തുറന്നു വിട്ടോളാം, അതുവരെയ്ക്ക് നീ ചോറൊക്കെ ഭക്ഷണമൊക്കെ ഈ ജനലിൽ കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ ശിവാനിയുടെ അമ്മ. അപ്പം അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ശിവാനി ഇന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അമ്മ വേഗം ചാവി കിട്ടിയില്ലേ പിന്നെന്താ തുറന്നു വിടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിൽക്കടി അവസരം നോക്കിയിട്ട് ഞാൻ ചെയ്യാം, ഇവിടെ ഒരു ഭൂതത്തിനെ കാവലിരുത്തിയിട്ടല്ലേ നിൻ്റെ അച്ഛൻ പോയിരിക്കണേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ അമ്മ എന്താ ചെയ്യണേ നോക്കണം കേട്ടോ. അപ്പോൾ അവരെന്തോ മരുന്ന് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോഴേക്കും ശിവാനിയുടെ അമ്മ റൂം തുറക്കാൻ നോക്കണം കേട്ടോ.
അപ്പോൾ ചോദിക്കട്ടെ ഏട്ടത്തി എന്തായി ചെയ്യണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും കണ്ടുവിടടി ഞാൻ എൻ്റെ മോളെ തുറന്നു വിടാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുത്, ഏട്ടൻ പറഞ്ഞിട്ടുള്ളതല്ലേ തുറന്നു വിടുന്നത്, ഏട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ പിടിയും വലിയായിട്ട് ശിവാനിയുടെ അമ്മ ശിവാനിയെ ഉന്തിയിട്ടു, ശിവാനിയുടെ അമ്മ നമ്മുടെ നിധിയുടെ അമ്മേനെ. ശിവാനി ബഹളമൊക്കെ കേട്ടിട്ട് പിന്നെ നിന്നിട്ട് തുറക്കാൻ കിട്ടണില്ലല്ലോ, തുറക്കുമ്പോഴേക്കല്ലേ ഈ അടിപിടിയൊക്കെ. അപ്പോൾ ശിവാനി അവിടെ നിന്നിട്ട് ഉള്ളിൽ ബഹളം വെക്കുന്നുണ്ട്, മര്യാദയ്ക്ക് തുറക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിധിയുടെ അമ്മേനെ ഉന്തിയിട്ടതിന് ശേഷം വേഗം തുറന്നു വിടുകയാണ്. തുറന്നു വിട്ടപ്പോൾ ഞാൻ അപ്പളിക്കുന്ന ശരിയാക്കി തരാം, ഞാൻ അപ്പോഴേക്കും ഏട്ടനെ ഫോൺ ചെയ്യട്ടെ, ഏട്ടനെ ഇപ്പോൾ വിളിച്ച് വരുത്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഫോൺ ചെയ്തിട്ട് ഏട്ടാ ഒന്ന് വേഗം വീട്ടിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ വയ്ക്കുമ്പോഴേക്കും ശിവാനീനെ ഇടത്തി എന്ന് പറയുമ്പോഴേക്കും ശിവാനി ഓടി വന്നിട്ട് ഫോൺ തട്ടി നിലത്തിട്ടു. പകുതിക്ക് വെച്ചിട്ട് ഫോൺ മുറിഞ്ഞു പോയല്ലോ. അപ്പോൾ അച്ഛൻ എന്തോ സംശയം തോന്നി, അമ്മാവൻ എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും ശിവാനി ഇവിടെ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താ ശിവാനി നീ കാണിച്ചത്, നീ എങ്ങനെ പുറത്ത് വന്ന ചേട്ടാ എന്നെ കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറഞ്ഞു കേട്ടോ, അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചാവണമെന്നുണ്ടോ? അപ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്താൽ പറയാൻ നോക്കിയില്ല, എന്ത് അഹങ്കാരം ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക്, ഒരൊറ്റ അടി അടിച്ച് ചാവും, അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തത്. പിന്നെ ഒന്ന് അടിച്ചു നോക്കുക എന്നൊക്കെ പറയണ്ട കേട്ടോ നിധിരമ്മ. ഇത് നോക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ചേട്ടൻ എന്താ പറഞ്ഞത് അത് മാത്രമേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഓടി വന്നിട്ട് ചോദിക്കേണ്ട എടുത്ത് എന്തിനു ഇപ്പോൾ ശിവാനിയും തുറന്നു വിട്ടേ എന്ന് ചോദിക്കേണ്ട കേട്ടോ. നീ എവിടേക്ക് തെണ്ടി നടക്കണം, നീയും മോനൊക്കെ ഇവിടെ സുഖമായിട്ട് താമസിക്കുമ്പോൾ എൻ്റെ മോള് അവിടെ റൂമിൽ പൂട്ടി കിടക്കണോ? നോക്കിയെടുത്തി ശിവാനി തെറ്റിയതു, അതുകൊണ്ടാണ് ഏട്ടൻ അവളെന്നെ മുറിയിൽ പൂട്ടിയിട്ടത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവാനി പറയുന്നുണ്ട്, നിങ്ങൾ കണ്ട ആര് പറഞ്ഞു ഞാൻ തെറ്റിയതെന്ന്, നിങ്ങൾ കണ്ടോ ഞാൻ തെറ്റിയതെന്ന്, ഇനിയിപ്പോൾ അഥവാ ഞാൻ തെറ്റിയത് തന്നെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ നിങ്ങളുടെ മോളുടെ കൂടെ ചേർന്നിട്ട് എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കല്ലേ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്നെ അകത്ത് പൂട്ടിയിട്ടിട്ട് ഇവിടെ കാവൽ നിൽക്കണത്, എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ട് നിങ്ങളെ കൊല്ലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് നിൽക്കാൻ വരേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിരമ്മ പറയണ്ട, ദേ ഞാൻ നിൻ്റെ അമ്മായിയാണ്, മര്യാദയ്ക്ക് സംസാരിച്ചോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ചോറും തിന്നിട്ട് ഞങ്ങളെന്നെ ഇപ്പോൾ ഇതാക്കാൻ നോക്കുകയാണോ? ഞാനൊന്ന് വിചാരിച്ചാൽ മതി, നിൻ്റെ പെട്ടിയും കടക്കൊക്കെ കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇടും. അപ്പം നിധിരാമ്മ പറഞ്ഞിട്ട്, പിന്നെ പെട്ടിയും കടക്കൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇട്ട് എന്നാൽ ഞങ്ങൾക്ക് എന്താ വേറെ സ്ഥലമൊന്നുമില്ലേ പോകാനായിട്ട്, ഇത് നോക്ക് ഞങ്ങളെ നോക്കാൻ ഞങ്ങളുടെ മോളുണ്ട് നിധി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് പുച്ചിക്കുണ്ട് നമ്മുടെ ശിവൻ്റെ അമ്മ. നിങ്ങൾക്ക് വേറെ വഴിയിലുണ്ടെന്നല്ല ഇവിടെ നിൽക്കണത്, ഏട്ടനുള്ള സ്നേഹത്തിൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. രണ്ടുപേരോടൊരു കാര്യം പറയാം, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ നിന്ന് ആദ്യം തുരത്തി വിടും. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ, അപ്പോൾ ശിവാനി ദേഷ്യമായിട്ട് പറയാം, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഓടിക്കുന്ന നിന്നെ എന്നും പറഞ്ഞിട്ട് കയ്യോങ്ങാണ് കേട്ടോ. നിധിയുടെ അമ്മയുടെ അടിക്കാനായിട്ട് കയ്യോങ്ങി. ആ കയ്യോങ്ങി നിൽക്കുന്ന സമയത്താണ് കേട്ടോ അച്ഛൻ തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ശിവാനിയും ഞെട്ടിപ്പോയി. അപ്പോൾ പറയുന്നുണ്ട്, നോക്കിക്കോ ഇപ്പോൾ കിട്ടും, ഏട്ടൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ശരിയാക്കി തരും നിന്നെന്ന് പറയും കേട്ടോ നിധിരമ്മ. ആ സമയത്ത് ശിവാനിയിലെ ആൾ പെട്ടെന്ന് ആക്ടിങ് ചേഞ്ച് ചെയ്തില്ലേ, പെട്ടെന്ന് അമ്മയും മോളും കൂടി ഇങ്ങനെ പരസ്പരം നോക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ശിവാനി സ്വയം അടി കിട്ടിയ പോലെ കിടന്ന് കരയുന്നുണ്ട്. അയ്യോ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് നിധിരമ്മ അടിച്ചു എന്നുള്ള ലെവലിൽ കിടന്ന് കരയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ ശിവൻ്റെ അമ്മയ്ക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയില്ലേ. ശിവൻ്റെ അമ്മ പറയും, എന്തിനടി നീ എൻ്റെ മോളെ അടിക്കേണ്ടത്, എന്തിനടിക്കണേ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ടാണ് അച്ഛൻ കയറി വന്നത്, എന്താ ഇവിടെ പ്രശ്നം ചോദിക്കേണ്ടത്. അപ്പോൾ ശിവൻ്റെ അമ്മ പറയും, ഇത് കണ്ടോ അടുത്ത് എൻ്റെ മോളെ അടിക്കണമെന്ന് പറയും കേട്ടോ. ആരവൾ തുറന്നു വിട്ടേ, അത് ആരവൾ തുറന്നു വിട്ടേ ചോദിക്കേണ്ട. അപ്പോൾ ശിവാനി പറയും, അമ്മയെ തുറന്നു വിട്ടത് എന്നെ തുറക്കാണ്ടിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് തുറന്നപ്പോൾ പറയണത് നിൻ്റെ അച്ഛപ്പം എൻ്റെ കയ്യിലാണ്, എൻ്റെ ഏട്ടൻ എൻ്റെ കയ്യിലാണ്, ഞാൻ എന്ത് പറഞ്ഞാൽ നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പഴയ വൈരാഗ്യം വെച്ചിട്ട് എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിരാമ്മ പറയാം, അയ്യോ ഇല്ലാട്ടെ സത്യമായിട്ട് ഇവർ രണ്ടാളും നുണ പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവൻ്റെ അമ്മ പറയും, എന്തിനാണ് ഇങ്ങനെ നുണ പറയണത്, നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ സത്യം മതി, ഇവളാണ് തുറന്നു വിട്ടിട്ട് എൻ്റെ മോളെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ്റെ അച്ഛൻ പറയും, നിർത്ത്, അവളെ എൻ്റെ സഹോദരി, അവളെ ആരെയും അങ്ങനെ ഉപദ്രവിക്കില്ല എന്നൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശിവാനി എന്ത് ചെയ്യുമെന്നറിയും, വേഗം വന്നിട്ട് നിധിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം എന്നെ അടിച്ചേ, നിങ്ങൾ എന്തിൻ്റെ എന്തിനാ നുണ പറയണേന്ന് ചോദിച്ചു, നിങ്ങളെന്നെ തുറന്നു വിട്ടിട്ട് നിങ്ങളെന്നെ ഉപദ്രവിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് നിധിയുടെ അമ്മയുടെ കഴുത്ത് പിടിച്ച് ഭയങ്കരമായിട്ട് ഞെക്കുകയാണ് കേട്ടോ. ഞെക്കുമ്പോഴേക്കും അച്ഛൻ അപ്പോൾ ശ്വാസം മുട്ടി തുടങ്ങി. അപ്പോഴേക്കും അച്ഛനെ ഓടി വന്നിട്ട് പിടിച്ച് മാറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ട് രസിച്ച് നിൽക്കുകയാണ് ശിവാനിയുടെ അമ്മ. അപ്പോൾ പിടിച്ച് വലിച്ച് മാറ്റി കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ നിധിയുടെ അമ്മയ്ക്ക്. പക്ഷെ അപ്പോഴേക്കും അവർക്ക് തീരെ വയ്യ, ശ്വാസം മുട്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ഇൻഹേലറൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരുവിധം ശ്വാസം ഇങ്ങനെ വലിക്കാറായി ഇപ്പോൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പോയിട്ട് ഡോക്ടറെ വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവാനി അമ്മയും കൂടിയിട്ട് കേട്ടോ. രണ്ടുപേർക്കും ഒരു വിലയില്ല, ഭയങ്കര പുച്ഛാണ്. അപ്പോൾ നമ്മുടെ ശിവാനിയുടെ അഹങ്കാരത്തിനൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.